മാംഗ്രൂവ് ഫോറസ്റ്റ്. മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൽ കാടുകൾ. ഈ കണ്ടൽ കാടുകൾ എന്താണെന്നറിയോ? ആദ്യം നമ്മൾ ടൈഡ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് വേലിയേറ്റം, വേലിയിറക്കം. അതായത് കടലിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് സണ്ണ്, മൂണ്, എർത്ത് ഇതിന്റെ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് കാരണം നമ്മളുടെ ഈ പറയുന്ന കടലിന്റെ തിരമാലകൾ വന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടൈഡ്സിന്റെ ഓവർ ഇൻഫ്ലുവൻസ് ഉള്ള കോസ്റ്റൽ ഏരിയാസിലാണ് ഈ കണ്ടൽ കാടുകൾ, അതായത് മാംഗ്രൂവ് ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാടുകൾ കൂടുതലും ബേ ഓഫ് ബംഗാളിന്റെ സൈഡിലോട്ടാണ് ടൈഡ്സിന്റെ ഒരു ഓവർ ഇൻഫ്ലുവൻസ് ഉള്ളത്. അപ്പം അവിടെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണ്ടൽ കാടുകൾ കൂടുതലായിട്ട് കാണും. പിന്നെ നമ്മുടെ കേരളത്തിലും ഈ കായൽ തീരങ്ങളിലൊക്കെ ഈ കണ്ടൽ കാടുകളുണ്ട്. ഈ കണ്ടൽ കാടുകളുടെ പ്രത്യേകത, അതായത് മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ പ്രത്യേകത, ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് ആണ്. ആ ട്രീസിന് വലിയൊരു ഹൈറ്റ് ഉണ്ട്, ഒരു മീഡിയം ഹൈറ്റിലുള്ള ട്രീസ് ആണത്. ആ ട്രീസിനെ അണ്ടർ വാട്ടറിലേക്ക് വരെ അതിന്റെ റൂട്ട്സ് ഇറക്കാൻ പറ്റുന്നുണ്ട്. അതായത് അതിന്റെ റൂട്ട്സ് അണ്ടർ വാട്ടർ വരെ പോകും. അതുപോലെ അതിന്റെ റൂട്ട്സിന് പ്രത്യേകമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിന്റെ റൂട്ടിലെ കുറച്ച് ഭാഗം എയറിൽ പൊങ്ങി നിൽക്കും, ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ നിൽക്കും. അതൊക്കെ നിങ്ങൾ ഈ സുന്ദർബൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും വാട്ട് ഈസ് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്നൊക്കെയുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രത്യേകത ആ ചെടികളുടെ അഡാപ്റ്റേഷൻ ആണ്. അപ്പം ഇത് കൂടുതലായിട്ടുള്ള ഡെൽറ്റ ഭാഗങ്ങളിലാണ്. അതായത് ടൈഡിന്റെ ഓവർ ഇൻഫ്ലുവൻസ് ഉള്ള ഡെൽറ്റയിൽ, ഈ ടൈഡിന്റെ ഓവർ ഇൻഫ്ലുവൻസ് ഉള്ള ഡെൽറ്റ എന്താണെന്നറിയോ? അതായത് നദികൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഡെപ്പോസിഷൻ ഫാക്ടർ വന്ന് ആ നദികൾ പല ചാലുകളായിട്ട് ഒഴുകി ചെന്ന് കടലിൽ ചേരുന്ന സ്ഥലങ്ങളിലാണ് ഈ ഡെൽറ്റ ഫോം ചെയ്യുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ട്രയാങ്കുലർ ഫോമിലായിരിക്കും. അതായത് അവിടുന്ന് രണ്ട് ചാലായിട്ട് നദി ഒഴുകും. ഇങ്ങനെ നദികൾ ഈ വെയിൻസ് പോലെ വേരായിട്ട് ഒഴുകി കടലിൽ ചെന്ന് പതിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണുന്ന ഒന്ന് ഗംഗാ, ബ്രഹ്മപുത്ര നദികൾ ചേരുന്ന ഡെൽറ്റയിൽ. അതാണ് ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ, ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ്. അതാണ് സുന്ദർബൻസ്. അതുപോലെ കൃഷ്ണയുടെ തീരം, കൃഷ്ണ നദി, ഗോദാവരി നദി, ഇതുപോലുള്ള നദികളുടെ ഡെൽറ്റയിലെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ കണ്ടൽ കാടുകൾ കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ കണ്ടൽ കാടുകൾ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും വന്നടിയുന്നത് ഈ ടൈഡ് ആണല്ലോ. അത് ഈ കണ്ടൽ കാടുകളെ ഉണ്ടാക്കുന്നത് ഈ ടൈഡ് കാരണം കൂടുതൽ ഈ സിൽറ്റ്, ക്ലേ ഇതുപോലുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ വന്ന് അടിയുന്നത്. സിൽറ്റ് എന്ന് പറഞ്ഞാൽ പൊടിമണ്ണ്, അതുപോലെ കളിമണ്ണ്. പൊടിമണ്ണും കളിമണ്ണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മാർഷി ടൈപ്പ് ഓഫ് ലാൻഡ് ആയിരിക്കും അത്. അപ്പം അവിടെയുള്ള മരങ്ങൾ, അവിടെ അഗർ എന്ന് പറയുന്ന മരമുണ്ട്, കിയോറ എന്ന് പറയുന്ന മരമുണ്ട്, കോക്കനട്ട്, പാമ്പ് അതുപോലുള്ള മരങ്ങളൊക്കെ അവിടെ വളരുന്നുണ്ട്. അതുപോലെ സുന്ദരി എന്ന് പറയുന്ന ഒരു തരം മരമുണ്ട്. ആ മരത്തിന്റെ തടി വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു തടിയാണ്. അപ്പം ഇവിടെ തന്നെ ആൾക്കാർ ഈ കണ്ടൽക്കാടുകളിൽ നിന്ന്, അതായത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൽ നിന്ന് ഹണി കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ പോകും. അതായത് അവിടെ ഇഷ്ടം പോലെ ആ മാംഗ്രൂവ് ഫോറസ്റ്റിലുള്ള ഓരോരോ മരങ്ങളിലും കൂടുതൽ തേൻ സ്രോതസ്സുകളുണ്ട്. അപ്പൊ അതിന് ഇഷ്ടംപോലെ തേനീച്ചകൾ വന്ന്, അതായത് ഹണി ബീ വന്ന് അവിടെ കൂടും. അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ അവിടെ ഈ കണ്ടൽ കാടുകളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സംഭവത്തിന്റെ നമുക്ക് പല പല ഫോറസ്റ്റ് പ്രോഡക്ട്സും നമുക്ക് ഈ കണ്ടൽ കാടുകളിൽ നിന്ന് കിട്ടും. അപ്പൊ കണ്ടൽ കാടുകളിലുള്ള ജീവികൾ ഏതൊക്കെയാണ്, അതായത് മാംഗ്രൂവ് ഫോറസ്റ്റിലുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് അറിയാം. മാംഗ്രൂവ് ഫോറസ്റ്റിലുള്ള ജീവികളാണ് ഒന്ന് റോയൽ ബംഗാൾ ടൈഗർ. ഈ റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയുന്നവനൊരു ഭീകരനാണ് കേട്ടോ. അതായത് സുന്ദർബൻസില് ഈ നരഭോജികളായിട്ടുള്ള ആ ഒരു സംഭവം, വരയൻ പുലി, ഈ നരഭോജികളായിട്ടുള്ള വരയൻ പുലിയുടെ കഥകള് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഡോക്യുമെന്ററികളിലോ ഇതിലൊക്കെ കണ്ടാൽ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതാണ് റോയൽ. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഭീകരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ആ ഭീകരനാണ് റോയൽ ബംഗാൾ ടൈഗർ. അപ്പൊ അത് കൂടുതൽ മാനിറ്റേഴ്സ് ആയിരിക്കും അവിടെയുള്ള കുറെ ഈ സുന്ദർബൻസ് ഡെൽറ്റയിൽ ജീവിക്കുന്ന കുറെ ടൈഗർ മാനിറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ പിന്നെയുള്ള ജീവികളാണ് ഗരിയൽ, ക്രൊക്കഡൈൽ. ഗരിയൽ എന്ന് പറഞ്ഞാൽ ക്രൊക്കഡൈൽ പോലെ തന്നെ, മുതല പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതിന്റെ ഒരു മൂക്കിൽ ഇങ്ങനെ ഒരു നീളമുള്ള ഒരു സാധനം കൂടുതലായിട്ട് ഇരിക്കുന്ന സാധനമാണ് ഗരിയൽ. നിങ്ങൾ ഗരിയൽ എന്നൊന്ന് അടിച്ചു നോക്കിക്കുക. ഒരു പ്രത്യേക തരം ജീവിയാണ്. വളരെ കുറവേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ. വളരെ വിരലിലെണ്ണാവുന്ന ജീവികളെ ഇപ്പോൾ ഉള്ളത്.
അതിനെ സംരക്ഷിക്കണം നമ്മൾ. അതുപോലെ പിന്നെ ഉള്ളത് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ എന്ന് പറയുന്ന ഒരു തരം ക്രൊക്കഡൈൽ, മഗർ ക്രൊക്കഡൈൽ. അതുപോലെ നമ്മുടെ വൈൽഡ് ബോർ, സ്പോട്ടഡ് ഡിയർ, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ പറയുന്ന കണ്ടൽക്കാടുകളിലുണ്ട്.